ഹലോ, എല്ലാവർക്കും ഇറ്റ്സ് മീ ആൻഡ് കേശു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വന്നിരിക്കുന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും തംബ്നെയിൽ കണ്ടതുപോലെ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇറ്റ്സ് മീ ആൻഡ് കേശു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എനിക്ക് യൂട്യൂബ് ചാനൽ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി ലാസ്റ്റ് ഫെബ്രുവരി ആദ്യമായിരുന്നു. അപ്പം വീണ്ടും ഞാനിത് ഒരു കണ്ടിന്യൂ ചെയ്യണം, ഒരു യൂട്യൂബ് ചാനലായിട്ട് വളർത്തിയെടുക്കണം, അങ്ങനെ ലക്ഷ്യത്തോടു കൂടിയിട്ടല്ല ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. എന്റെ നേരത്തെ ഒരു വീഡിയോ കണ്ടാൽ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കേശുക്കുട്ടൻ ഉണ്ടായത് പിന്നെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഞാനും ചേട്ടനും കേശുവും തന്നെ ഉള്ളത് കൊണ്ട് കുഞ്ഞിനെ ഒന്ന് സ്കൂളിലാക്കിയ ശേഷം എനിക്ക് ജോലിക്ക് കയറാം എന്നുള്ള പ്ലാനിലായിരുന്നു ഞാന്. പക്ഷെ വീട്ടിലിരുന്ന് നമുക്ക് ഡെയിലി കാര്യങ്ങൾ, രാവിലെ എഴുന്നേറ്റു, പാചകം, വീട്ടിലെ കാര്യങ്ങള്, കുട്ടിയുടെ കാര്യം എല്ലാം നോക്കി വരുമ്പോൾ നമുക്ക് ഡെയിലി ആവുമ്പോൾ ആ കാര്യങ്ങൾ നമുക്ക് ബോറടിക്കും. അതുപോലെ എനിക്കും ബോറടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് 4 വർഷം മുന്നേ ഉണ്ടായിരുന്ന കോവിഡ് സമയത്ത് ഉണ്ടായിരുന്ന എന്റെ യൂട്യൂബ് ചാനൽ ഏകദേശം ഒരു 3-4 വീഡിയോസ് മാത്രമേ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഏതാണ്ട് ഒരു 275 to 315 സബ്സ്ക്രൈബേഴ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ആ യൂട്യൂബ് ചാനല് എന്തുകൊണ്ടൊന്ന് റീസ്റ്റാർട്ട് ചെയ്തുകൂടാ എന്ന് ഞാൻ തീരുമാനിക്കുന്നത് ഈ ഫെബ്രുവരി ആദ്യമായിരുന്നു. അങ്ങനെ ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് പൊടിതട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. തുടങ്ങുന്ന സമയത്ത് ഈ പറഞ്ഞതിലൂടെ 315, അതെന്റെ വളരെ കുറച്ച് ഫ്രണ്ട്സ് മാത്രം, വീട്ടുകാരും ഫ്രണ്ട്സും മാത്രമായിരുന്നു എന്റെ ഈ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നത്. ആ സമയത്ത് തുടങ്ങുന്ന സമയത്തും ഇതൊരു പെട്ടെന്ന് 1000-ൽ എത്തും അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. 1000 എത്തുമെന്ന് എനിക്കറിയാം, പക്ഷെ അതിന് കുറെ സമയം എടുക്കും, അങ്ങനെ തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. ഈ 1.5-2 മാസം കൊണ്ട് 1000 സബ്സ്ക്രൈബേഴ്സിന് മുകളിലാവുമെന്ന് ഇത് തുടങ്ങുന്ന റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും എനിക്ക് പെട്ടെന്ന് ഈ 1.5-2 മാസം കൊണ്ട് എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അത് എന്നെ സപ്പോർട്ട് ചെയ്ത, എന്റെ കൂടെ നിന്ന എന്റെ ഓരോ സബ്സ്ക്രൈബേഴ്സും കാരണമാണ്. പിന്നെ അതുപോലെ എന്റെ ചേട്ടന്റെ ഫ്രണ്ട്സ്, എടുത്തു പറയണം, ചേട്ടന്റെ ഓഫീസിലുള്ള സ്റ്റാഫുകള്, പിന്നെ എന്റെ ഫ്രണ്ട്സ്, ഞങ്ങളുടെ റിലേറ്റീവ്സ്, പിന്നെ കുറച്ച് യൂട്യൂബ് ചാനല് അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടായിരുന്നു, കമന്റ്സ് ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് എത്താൻ സാധിച്ചത്. അപ്പൊ എല്ലാവരോടും ഉള്ള 1000 നന്ദി ഞാൻ ഈ അവസരത്തിൽ പറയാണ്. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ പറഞ്ഞതിന്റെ കൂടെ ഒരു വരുമാനം, അങ്ങനെ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ തുടങ്ങിയത്. പക്ഷെ ഇപ്പൊ ഞാൻ ഓരോ ദിവസവും ഞാൻ തിരക്കാണ് കേട്ടോ. ഓരോ ദിവസം ഓരോ വീഡിയോ, കുക്കിംഗ് ആണെങ്കിലും എന്റെ കുട്ടിയുടെ കാര്യമാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളുമാണെങ്കിലും എല്ലാം നോക്കി കഴിഞ്ഞിട്ട് എനിക്കിപ്പോ ഒന്ന് പകലൊന്ന് ഉറങ്ങാൻ പോലും സമയം കിട്ടുന്നില്ല. ഉള്ള കാര്യം പറഞ്ഞാൽ ഞാനിപ്പോ ഉറങ്ങിയിട്ട് കുറേ നാളായി. എന്ത് വീഡിയോ ഇടും, അടുത്തത് എന്താണ് ചെയ്യുക, എഡിറ്റ് ചെയ്യണം. വീഡിയോ എടുക്കുന്നതിനേക്കാളും പാടാണ് അത് എഡിറ്റ് ചെയ്യുന്ന കാര്യം. അത് എല്ലാ യൂട്യൂബേഴ്സിനും അറിയാം. നേരത്തെ ഞാൻ എഡിറ്റിങ് ഉണ്ടെങ്കിലും എനിക്ക് ഇത്രയും പാട്, പക്ഷെ കുറച്ച് എളുപ്പമാണ്, പക്ഷെ വീഡിയോ എടുക്കുന്നതിനേക്കാളും പാടാണ് അത് എഡിറ്റ് ചെയ്യുന്നത്. വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എനിക്കൊരു കമന്റ് ഇടുകയുണ്ടായി, ചേച്ചി എന്റെ ഫ്രണ്ട് ആയിരുന്നല്ലോ, ചേച്ചി എന്നെ അൺഫ്രണ്ട് ചെയ്തല്ലേ എന്ന്. ഞാനിപ്പോ പറയാണ്, എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതും ഞാൻ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടുള്ള എൻ്റെ ഒറ്റ ഫ്രണ്ട്സിനെ ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. കാരണം ഒരു വീഡിയോ എടുക്കുക, അത് എഡിറ്റ് ചെയ്യുക, അത് പോസ്റ്റ് ചെയ്യുക, അതിന് എത്ര വ്യൂസ് ആയെന്ന് നോക്കുക എന്നതിനുള്ള ബുദ്ധിമുട്ട് എല്ലാവരെ പോലെ ഇപ്പൊ എനിക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നീട് ആ കുട്ടിക്ക് അത് മനസ്സിലായെന്ന് തോന്നുന്നു. ആ കുട്ടി അത് കമന്റ് ഡിലീറ്റ് അടിച്ചിട്ട് പിന്നെ എനിക്ക് കുറച്ച് വേറെ കമന്റ്സുകളൊക്കെ ഇട്ട് തന്നു. എല്ലാവരുടെയും കമന്റ്സ് ഞാൻ വായിക്കാറുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ആയിട്ട് ഇടുക, അല്ലെങ്കിൽ ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിച്ചോളുക. പിന്നെ ഈ പറഞ്ഞതിലൂടെ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആരൊക്കെയാണെന്ന് എനിക്ക് ഇതിനകത്ത് നോക്കിയാൽ കാണാൻ പറ്റും. നമ്മുടെ യൂട്യൂബിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നമ്മുടെ ക്രോമിൽ കയറിയിട്ട് യൂട്യൂബിന്റെ ആപ്ലിക്കേഷനിൽ കയറുകയാണെങ്കിൽ നമ്മുടെ ഡാഷ്ബോർഡിനകത്ത് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ, നമ്മളെ ആരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ, നമ്മൾ അവരെ തിരിച്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം, നമ്മുടെ ഓൾ സബ്സ്ക്രൈബേഴ്സിനെ അതിനകത്ത് നമുക്ക് കാണാൻ കഴിയും.
അപ്പൊ അതിനകത്ത് ഞാൻ ചെയ്യാത്ത ആൾക്കാര് ആരും ഇല്ല. ഞാൻ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവരും ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഞാൻ അത് നോക്കി. ഏതാണ്ട് 2 പേര്, അത് പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് തോന്നുന്നു. കാരണം നമ്മൾക്കിങ്ങനെ ഒരു ദിവസം 3-4 എണ്ണം കൂടി കൂടി വരുന്ന സമയത്ത് നമ്മൾ അവരെ തിരിച്ച് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ ചിലപ്പോഴൊക്കെ ഞാൻ നോക്കാറുണ്ട്. പക്ഷെ കാരണം സ്ഥിരം കാണുന്ന ആൾക്കാർ എനിക്ക് പരിചയമായി. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ നോക്കാറില്ലായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർക്ക് ക്രോമിൽ കയറിയിട്ട് യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ അതിന്റെ കസ്റ്റമൈസ്ഡ് ചാനൽ വരും. ആ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് ഡാഷ്ബോർഡ് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വ്യൂസ്, നമ്മുടെ കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടോ, പിന്നെ എത്ര വാച്ചിങ് അവർ, എല്ലാ കാര്യങ്ങളും നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ഞാൻ നോക്കുന്ന സമയത്ത് എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവരെയും ഇന്ന് വരെ ഞാൻ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആരെയും ഞാൻ അൺസബ്സ്ക്രൈബ്, എന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ അവരെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അത് ഒന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. പിന്നെ പറയാനുള്ള ഒരു കാര്യം, വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. എങ്ങനെയാണോ എൻ്റെ ഡെയിലി കാര്യങ്ങൾ പോകുന്നത് അത് തന്നെയാണ് നിങ്ങൾ ഇതിനകത്ത് വീഡിയോ ആയിട്ട് കാണുന്നത്. പിന്നെ കേശുക്കുട്ടന്റെ കാര്യം, കേശുക്കുട്ടന് 2 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. ഫെബ്രുവരി 20-നായിരുന്നു അവന്റെ 2ാമത്തെ ബർത്ത്ഡേ. അപ്പൊ കുഞ്ഞിനെ കൂടുതൽ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷെ ആൺകുട്ടിയാണ്, അവന് വണ്ടികള് കാര്യങ്ങള് അവൻ്റെതായ കാര്യങ്ങളുമായിട്ട് അവനും ബിസിയാണ്. എന്നാൽ ഞാൻ കഴിയുന്നത്ര കേശുക്കുട്ടനെ ഞാൻ വീഡിയോയിൽ കൊണ്ടുവരാൻ നോക്കാറുണ്ട്. പിന്നെ കുക്കിങ്ങിനിടയ്ക്ക് രാവിലെ ആയിരിക്കും, ഇപ്പൊ ചൂട് സമയം കൂടെ ആയതുകൊണ്ട് കേശുക്കുട്ടൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ കുക്കിംഗ് കാര്യങ്ങളും എല്ലാം കഴിയും. അവൻ എഴുന്നേറ്റ ശേഷം ഞാൻ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ അവന്റെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളത് കൊണ്ട് കുഞ്ഞിനെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് എനിക്ക് വേറെ കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റൂല. കാരണം ഇപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കേശുവിനെ. കുറെ അടുത്ത് നമ്മൾ കാണുന്നുണ്ടല്ലോ കോയിൻസ് ഒക്കെ വിഴുങ്ങുക, അങ്ങനെ ഒരുപാട് പ്രശ്നം. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം തന്നെയാണ് ഇപ്പൊ കേശു. അപ്പൊ കേശുവിന്റെ കൂടാണ് ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാറുള്ളത്. പിന്നെ ചേട്ടൻ വന്നതിന് ശേഷമാണ് ഞാനൊന്ന് ഫ്രീ ആവുന്നത്. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് എൻ്റെ ചേട്ടൻ്റെ കൂടെ ബാങ്കിൽ ജോലി ചെയ്യുന്നതും അല്ലെങ്കിൽ ചേട്ടൻ്റെ കൂടെ ക്രിക്കറ്റിന് കൂടെ ഉണ്ടാകുന്ന കുറച്ച് ഫ്രണ്ട്സിന്റെ കാര്യമാണ്. അവരെല്ലാം ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പേരെടുത്ത് പറയണമെങ്കിൽ കുറേ പേരുടെ പേര് പറയും. അപ്പം അവർക്ക് എല്ലാവർക്കും എൻ്റെ ഒരു പ്രത്യേക നന്ദി ഞാൻ അറിയിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് സ്ഥിരമായിട്ട് കമന്റ് ഇടുന്ന കുറച്ച് പേര്, അപ്പൊ അവരെ എല്ലാം എനിക്ക് അറിയാം ആരൊക്കെയാന്നുള്ളത്. അപ്പൊ അവരോടും പ്രത്യേകം നന്ദി പറയുകയാണ്. പിന്നെ ഇനി എൻ്റെ വീഡിയോ അങ്ങോട്ടുള്ളത് നിങ്ങൾ കാണണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, 1000 സബ്സ്ക്രൈബേഴ്സ് ആയി, നിങ്ങൾക്ക് എന്താണ് പ്രയോജനം എന്ന്. 1000 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ എനിക്ക് ആയിട്ടുള്ളൂ. അപ്പൊ ഇനി എനിക്ക് 4000 വാച്ച് അവേഴ്സ് വേണം, 10 മില്യൺ വ്യൂസ് വേണം. അതിനൊക്കെ ശേഷമാണെന്ന് തോന്നുന്നു ഇത്ര വ്യൂസ്, ഇത്ര കാര്യങ്ങളൊക്കെ ആവുമ്പോഴാണ് യൂട്യൂബിൽ നിന്ന് നമുക്കൊരു വരുമാനവും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത്. അപ്പം എന്തായാലും എനിക്ക് എന്നൊരു വരുമാനം യൂട്യൂബിൽ നിന്ന് കിട്ടുമെങ്കിൽ, കിട്ടുന്ന ഒരു അവസരം ഉണ്ടാവുമെങ്കിൽ അത് അന്നൊരു ഗീവ് അവേ പോലെ എന്തെങ്കിലും ഒരു കാര്യം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൂടെ കിട്ടത്തക്ക വിധത്തിൽ ഞാൻ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. അത് എന്ന്, എപ്പം എന്നൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പം തുടങ്ങിയതേ ഉള്ളൂ, അപ്പൊ ഒന്നും ആയില്ല. ഇനി ഒരുപാട് ദൂരങ്ങൾ സഞ്ചരിക്കേണ്ടതുണ്ട്. അതിനിടയ്ക്ക് ജോലി എവിടെങ്കിലും കിട്ടുകയാണെങ്കിൽ ജോലിക്ക് കയറും. കേശുക്കുട്ടിനെ സ്കൂളിലാക്കിയ ശേഷം ഞാൻ ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ചേട്ടൻ എനിക്ക് പ്രത്യേകം എടുത്ത് പറയേണ്ടത് എൻ്റെ ചേട്ടനോടും എൻ്റെ കേശുക്കുട്ടനോടുമാണ്. 2 വയസ്സുള്ള ഒരു ആൺകുട്ടി ഈ ഒരു പ്രായത്തില് എത്രത്തോളം അടങ്ങിയിരുന്നാലെന്ന് നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് തന്നാലാണ് എനിക്ക് വീഡിയോ ഇടാനാണെങ്കിലും എടുക്കാനാണെങ്കിലും ഒക്കെ സാധിക്കൂ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ എൻ്റെ ചേട്ടൻ, ആദ്യമൊക്കെ ചേട്ടന്റെ ഫ്രണ്ട്സിനോടും എവിടെ പോയാലും സബ്സ്ക്രൈബ് ചെയ്യണം ഞാനും പറയുമായിരുന്നു കേട്ടോ. പക്ഷെ ഒരു 1000 ആയതിനു ശേഷം ഞാൻ ആരോടും പറയാറില്ല ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം എന്നൊന്നും ഞാൻ ആരോടും പറയാറില്ല കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആ കുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ചേച്ചി എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അൺസബ്സ്ക്രൈബ് ചെയ്തല്ലേ എന്നൊന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ അന്നേരമാണ് എനിക്ക് മനസ്സിലായത്, എനിക്കിപ്പോ ഒരു 10 സബ്സ്ക്രൈബേഴ്സ് ഡെയിലി ആകുന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം 2 സബ്സ്ക്രൈബർ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഒരു 1000 വരെ എനിക്ക് തോന്നുന്നു 1-2 പേരൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ 1000 ആയതിനു ശേഷം ഒരുപാട് പേര് 2-3 പേരൊക്കെ വെച്ചപ്പോ ഒരു ദിവസം 10 എണ്ണം സബ്സ്ക്രൈബ് ആയിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം ഒരു 1-2 എണ്ണം അൺസബ്സ്ക്രൈബ് ആവുന്നുണ്ട്. പക്ഷെ ഇതുവരെ ഒരു 1.3 ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിലേക്ക് ഒരു 1.2 എന്ന ഓപ്ഷനിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പം അങ്ങനെ യൂട്യൂബിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ
ചിലപ്പം ആൾക്കാർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ലായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യം ഇല്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ ചെയ്തിട്ട് പോകുന്നത്. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അതെന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നു. ചിലപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ഓക്കെ, അതായിരിക്കും കാരണം. അപ്പൊ അങ്ങനത്തെ അനുഭവങ്ങൾ എനിക്കും ഉണ്ടാകാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്നെ പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു Q&A പോലെ ഞാനൊരു വീഡിയോ ചെയ്യാം. അപ്പൊ ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഈ വീഡിയോയുടെ അടിയിൽ ചോദിക്കുക. പിന്നെ പറയേണ്ട പ്രത്യേക കാര്യം എന്ന് പറയുന്നത്, ചില ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് ഷോർട്സ് ഒക്കെ ചെയ്യുമ്പം അതിലെങ്ങനെയാണ് ഈ ലെറ്റേഴ്സ് ഫ്രണ്ടിൽ വരുന്നതെന്നുള്ളത്. അത് ഇൻഫിനിറ്റ് പെയിന്റ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ പോയിട്ടാണ് ഞാൻ എന്താണോ ടൈപ്പ് ചെയ്ത് എനിക്ക് വേണ്ടത് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. സേവ് ആക്കുമ്പോൾ അത് ഓൾറെഡി എന്റെ ഗാലറിയിൽ സേവ് ആകും. ഈസി കട്ട് എന്ന ആപ്ലിക്കേഷനിൽ പോയിട്ട് അതിൽ ഓവർലേ ചെയ്യുമ്പോഴാണ് ആ ലെറ്റേഴ്സ് ഒക്കെ എന്റെ ഷോർട്സിൽ ഇങ്ങനെ വരുന്നത്. ചില ഷോർട്സിൽ ഞാൻ അങ്ങനെ ഓവർലേ ചെയ്യാറുണ്ട്, ചില ഷോർട്സിൽ ഇല്ല. പിന്നെ പറഞ്ഞ ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ കുറച്ച് ക്വാളിറ്റി ഒക്കെ കുറവാണ്. അത് ഞാൻ സാധാ ഫോണാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് യൂട്യൂബിൽ നിന്നൊരു വരുമാനം കിട്ടിയിട്ട് യൂട്യൂബുമായി ബന്ധപ്പെട്ട കുറെ സാധനങ്ങളും സാധന സാമഗ്രികളൊക്കെ വാങ്ങിച്ചാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞാന്. അപ്പം നിങ്ങൾക്ക് ക്വാളിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. അത് എന്റെ ഫോണിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കണം. പിന്നെ ഇതുവരെ അങ്ങനെ ഒരാള് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്റെ ഫ്രണ്ട്സിൽ 1-2 പേര് ഇങ്ങനെ ക്വാളിറ്റിയുടെ കാര്യങ്ങൾ പറയാറുണ്ട്. പക്ഷെ നേരത്തേനേക്കാളും ഇപ്പൊ ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത്. പിന്നെ എന്നോട് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയൊക്കെ എടുക്കുമെന്ന്. ഇപ്പൊ ഞാനിപ്പോ ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ബിഗിനർ ആണ്, ഒരു യൂട്യൂബർ ആണ്. അപ്പൊ ഞാൻ എന്റെ എന്ത് ഡേ ഇൻ മൈ ലൈഫ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമാകുക, അല്ലെങ്കിൽ വാട്ട് ഐ ഈറ്റിനെ ചെയ്താൽ നിങ്ങൾക്ക്, നമ്മൾ ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുവോ എന്നുള്ളൊരു പേടി എല്ലാരെ പോലെ എനിക്കും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമാണല്ലേ കാണണം എന്നുണ്ടെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് ആണെങ്കിലും വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്ത് തരം വീഡിയോസ് ആണ്, ക്ലീനിങ്ങിന്റെ ഉണ്ട്, എന്ത് തരം വീഡിയോസ് ആണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നത്? ഇപ്പൊ ക്ലീനിങ്, ഡേ ഇൻ മൈ ലൈഫ്, വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ, കുക്കിംഗ്, കേശുവിന്റെ കാര്യങ്ങള്, വീട്ടിലെ കാര്യങ്ങള്, ട്രാവലിങ്, എന്ത് തരം വീഡിയോസ് ആണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാല് നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള പിന്നെ എന്നോട് കുറച്ച് പേര് പറയുന്നുണ്ട് ക്രാഫ്റ്റ് വീഡിയോകൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ. ഞാനൊരു പൂ ഉണ്ടാക്കിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അടുപ്പിച്ച് ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക്, കാരണം ഞാൻ ഓൾറെഡി ഒരു റോസാപ്പൂവാണ് ഉണ്ടാക്കിയത്, വീഡിയോ ദിവസങ്ങൾ അടുപ്പിച്ചടുപ്പിച്ചിട്ടാല് നിങ്ങൾക്കത് ബോറാവും. അതുകൊണ്ട് കുറച്ച് കുക്കിങ്ങും കുറച്ച് ക്രാഫ്റ്റ് വർക്കുകളും കുറച്ച് ട്രാവലിങ്ങും അങ്ങനെ എല്ലാം കൂടെ ചേർത്തൊരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോസ് ആണ് ഞാൻ ഇടാറുള്ളത്. അപ്പൊ കൂടുതലും ഞാൻ ഷോർട്സ് ആണ്, കാരണം ലോങ് വീഡിയോ ഇടാന് എനിക്ക് ഇതുപോലെ സമയവും സന്ദർഭവും ഒക്കെ ഒത്തു വരുന്ന സമയത്ത് മാത്രമേ അങ്ങനെ ഞാൻ ലോങ് വീഡിയോസ് ഇടാറുള്ളൂ. അപ്പൊ ഞാനിപ്പോൾ വെറും യൂട്യൂബിന്റെ ഒരു തുടക്കം മാത്രം, ഒരു യൂട്യൂബർ ആയിട്ടുണ്ട്. അപ്പൊ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി 1000 ആയ സമയം മുതൽ ഞാനൊരു യൂട്യൂബർ ആയിട്ടുണ്ട്. അപ്പൊ അതിന് എന്നെ സഹായിച്ച, എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരിക്കൽ കൂടി വീണ്ടും കുറെ നന്ദി പറയുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു കമന്റ് ആയിട്ട് ചോദിക്കുക. എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, പിന്നെ കുറച്ച് കമന്റ് ഇടുന്ന കുറെ സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട് കേട്ടോ. അപ്പൊ അവര് സ്ഥിരമായിട്ട് കമന്റ് ഇടുന്ന ആൾക്കാരെ എനിക്കറിയാം. എല്ലാ കമന്റ്സും ഞാൻ വായിക്കാറുണ്ട്, ഒറ്റ കമന്റ്സ് പോലും ഞാൻ വിട്ടുപോകാറില്ല. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.